നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 PSC നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഒന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, ടോപ്പ് 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട് ആണ്. ഓരോ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഗിവൺ ബിലോ. ഹൗ സ്ട്രേഞ്ച് ഷീ ലുക്സ്! എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സെന്റൻസിന്റെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. സെന്റൻസിന്റെ അർത്ഥം ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി എക്സ്ക്ലമേഷൻ മാർക്ക് കാണുമ്പോൾ ഇത് എന്ത് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ ആശ്ചര്യം, ആവേശം, വികാരം ഇവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ സെന്റൻസുകളെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് 1, 2 ഇന്ററോഗേറ്റീവ് സെന്റൻസ്, 3 ഇമ്പറേറ്റീവ് സെന്റൻസ്, 4 എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ വരുന്ന സെന്റൻസ്, ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പ്രസ്താവനയുടെ രൂപത്തിൽ വരുന്ന സെന്റൻസുകളെയാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നാൽ ഇത് ഏത് സെന്റൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഏത് സെന്റൻസ് ആണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. രണ്ടാമത്തത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ചോദിക്കുന്ന ചോദ്യ രൂപത്തിൽ വരുന്ന വാക്യങ്ങളാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. വാട്ട് ഈസ് യുവർ നെയിം? ഹൗ ആർ യു? ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ അവസാനം എന്തുണ്ടായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. മൂന്നാമത്തത് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അപേക്ഷ, അനുവാദം, ആശംസ, ആഗ്രഹം, ആജ്ഞ ഇവ പ്രകടിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെന്റൻസ് എങ്ങനെ തിരിച്ചറിയാം? ഇമ്പറേറ്റീവ് സെന്റൻസ് എപ്പോഴും വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൂയിങ് വേർഡ്സ് ആർ കോൾഡ് വെർബ്. ക്രിയയിൽ തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ്. പ്ലീസ് ഗീവ് മീ എ പെൻ. പ്ലീസ് എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷയാണ്. അത് കഴിഞ്ഞിട്ട് ഗീവ് എന്ന് പറയുന്നത് വെർബല്ലേ. പ്ലീസ് ഗീവ് മീ എ പെൻ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഡോണ്ട് ഓപ്പൺ ദ ഡോർ. ഡോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വെർബാണ്. അപ്പൊ അത് വെർബല്ലേ. വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റൻസുകൾ ഓർക്കുക. സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The driver in that bus dash like your brother. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഡ്രൈവർ ആണ്. ദ ഡ്രൈവർ, ആ ബസ്സിലെ ഡ്രൈവർ, ഡാഷ് ലൈക്ക് യുവർ ബ്രദർ. അപ്പൊ ഡ്രൈവർ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലാർ സബ്ജക്റ്റ് ആണ്. ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഇവിടെ ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ലുക്സ് ഉണ്ട്, ലുക്ഡ് ഉണ്ട്, ലുക്ക് ഉണ്ട്, ഈസ് ലുക്കിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ഏതൊക്കെ വരുന്നുണ്ട്? ലുക്സ് സിംഗുലാർ ആണ്. ഈസ് ലുക്കിംഗ് വരുമ്പോഴും അത് സിംഗുലാർ ആണ്. അതുപോലെ ലുക്ഡ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതിൽ ഏതാ ഉപയോഗിക്കേണ്ടേ? ഈ തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ സെന്റൻസാ. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് ലുക്കും ഉണ്ട്, ലുക്സും ഉണ്ട്. ഏതാ ഉത്തരം? ദ ഡ്രൈവർ സിംഗുലർ ആയതുകൊണ്ട് ലുക്സ് ആണ് ഉത്തരം. ലുക്സ്. ഓക്കെ, അതുപോലെ തന്നെ ടു ലുക്ക് ലൈക്ക് എന്ന് പറയുമ്പോൾ സാമ്യത ഉണ്ടായിരിക്കുക എന്ന അർത്ഥമാണ്. അതായത് ഒരാളെ പോലെ സാമ്യത ഉണ്ടായിരിക്കുക, നിന്നെ കാണാൻ അയാളെ പോലെ തന്നെ ഉണ്ട് എന്ന് പറയും. ഓക്കെ, ലുക്സ്. ഇവിടെ ഡ്രൈവർ സിംഗുലർ ആയതുകൊണ്ട് ലുക്സ് ഉപയോഗിച്ചു. അടുത്ത ചോദ്യം, ഡിഡ് അലൻ ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ? ഇവിടെ ആർട്ടിക്കിൾ എഴുതാനാ പറഞ്ഞേക്കുന്നത്. എ ആൻഡ് ദ, നൺ ഓഫ് ദി എബോവ്. ഇവിടെ അലൻ അപ്ലൈ ചെയ്ത ജോബിനെ പറ്റി, ആ സ്പെസിഫിക് ജോബിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ, ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എപ്പോൾ ഉപയോഗിക്കുന്നു? സ്പെസിഫൈ ചെയ്ത് ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ മുൻപേ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി പറയുമ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ഉപയോഗിക്കുന്നു.
ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. മലയാളത്തിൽ സ്വരാക്ഷരങ്ങളുടെ കൂടെ അ ആ ഇ ഈ ഉ ഊ ഇവയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് ഫ്രണ്ടിലാണ് എന്ത് ചേർക്കുന്നത്? ആൻ ചേർക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചേർക്കണം? എ എന്ന ആർട്ടിക്കിൾ ചേർക്കണം. ഓക്കെ, ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദാറ്റ് പെർട്ടിക്കുലർ ജോബിനെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഏത് യൂസ് ചെയ്തത്? ദ യൂസ് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, യൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഹാസ് നെവർ സീൻ ഹിം ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വേണം ആദ്യം നോക്കാൻ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? ഷീ ഹാസ് നെവർ സീൻ ഹിം. നെവർ എന്നത് നെഗറ്റീവ് വേർഡ് ആണ്. നോ, നെവർ, നോട്ട്, നൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? നെഗറ്റീവ് വേർഡ്സ് ആണ്. ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, ബെയർലി, സെൽഡം എന്നൊക്കെ പറയുന്ന വാക്കെന്ന് വെച്ചാൽ നെഗറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ നെഗറ്റീവ് വേർഡ്സ് വരുന്ന സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് ഷുഡ് ബി പോസിറ്റീവ്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് സോർട്ട് ചെയ്യാം. ഓപ്ഷൻ എ നെഗറ്റീവ് ടാഗ് ആണ്, ഇൻഡ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി നെഗറ്റീവ് ടാഗ് ആണ്, ഇൻഡ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ഹാസ് ഷീ പോസിറ്റീവ് ആണ്. ഓപ്ഷൻ ഡി ഹാവ് ഷീ, അതും പോസിറ്റീവ് ആണ്. നമുക്ക് നോക്കാതെ തന്നെ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഷീ എന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് അതിന്റെ കൂടെ സിംഗുലർ ആയ ഹാസേ ഉപയോഗിക്കാവൂ. ഇവിടെ ഷീയുടെ കൂടെ ഹാവ് അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്? ഹാവ് എന്ന് പറയുന്നത് പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കുന്നതാ. ഐയുടെ കൂടെ, ദയുടെ കൂടെ, വിയുടെ കൂടെ ഒക്കെയാണ് ഹാവ് ഉപയോഗിക്കുന്നത്. ഷീ എന്ന സിംഗുലാർ സബ്ജക്റ്റിന്റെ കൂടെ എന്ത് വേണം യൂസ് ചെയ്യാൻ? ഹാസ് വേണം യൂസ് ചെയ്യാൻ. അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഹാസ് ഷീ ആണ് ഉത്തരം. ഓക്കെ, കൂടാതെ കറക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇതിനകത്തെ വെർബ് ഹാസ് ആണ്. ഫസ്റ്റ് വെർബ് ഓക്സിലറി വെർബ് ഹാസ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ഹാസ് ഷീ ഉപയോഗിച്ചതാണ് കറക്റ്റ് റൂൾ. അല്ലാതെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം ഈ സബ്ജക്റ്റ് വെച്ചിട്ടും കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ചോദ്യത്തിന്. ഓക്കെ, ഹാസ് ഷീ ആണ് ആൻസർ. നോ, നെവർ, നോട്ട്, ഹാർഡ്ലി, സ്കെയർസ്ലി, റെയർലി, സെൽഡം, ബെയർലി, നൈദർ, നൺ, നെവർ, നോബഡി, നോ വൺ, നത്തിങ്, ലിറ്റിൽ, ഫ്യൂ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഈ നെഗറ്റീവ് വേർഡ്സ് വരുന്ന സെന്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കും. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. ഷീ ഡാഷ് ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഇവിടെ 2 ഡാഷ് ഉണ്ട്. അപ്പൊ 2 എണ്ണം ഫിൽ ചെയ്യാനുണ്ട്. ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ 2 വേർഡ്സ് ഉണ്ട്. അപ്പൊ ആ 2 വേർഡ്സും കറക്റ്റ് ആയിട്ട് യോജിക്കുന്ന ഓപ്ഷൻ വേണം കണ്ടെത്താൻ. ഇവിടെ എന്താ സംഭവം? ഷീ ഡാഷ് ഡാഷ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. ഇവിടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റൂള്, ഭൂതകാലത്ത് 2 ക്രിയകൾ നടക്കുന്നു. ആദ്യം നടന്ന ക്രിയ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന ക്രിയ സിമ്പിൾ പാസ്റ്റിലും വേണം പറയാൻ. ഇവിടെ ഈ സെന്റൻസിന്റെ അർത്ഥം അവൾക്ക് അവനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ നടന്നത് എന്താണ്? അവർ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം പറയാൻ. പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താണ്? ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. ഷി ഹാഡ് മെറ്റ് ഹിം ബിഫോർ യു ഇൻട്രൊഡ്യൂസ്ഡ് ദം. നീ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ തന്നെ അവൾ അവനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നടന്ന സംഭവം അവർ മീറ്റ് ചെയ്തതാണ്. അപ്പൊ ഹാഡ് മെറ്റ്, ഹാഡ് പ്ലസ് V3 ആണ് ആൻസർ. ഓക്കെ, രണ്ടാമത് നടന്നത് V2 സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞേക്കുന്നു. രണ്ടാമത് നടന്നതാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, റോസ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അതായത് ഒരുപാട് എണ്ണത്തിനെ വെച്ചാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. 2 പേരെ കമ്പയർ ചെയ്യുമ്പം കമ്പാരേറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുന്നത്. 2ൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ താരതമ്യം ചെയ്യുമ്പോൾ എന്ത് ഉപയോഗിക്കും? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ദ മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ദ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അതും ഓർത്തു വെക്കാം. ദ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി. മോർ ദാൻ 2 തിങ്സ് അല്ലെങ്കിൽ 2 പേഴ്സൺസ് ആർ കമ്പയർഡ്. ആ സമയത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്? സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഫ്രണ്ടിൽ ഏത് ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കണം. ഇനി കമ്പാരേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ER, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ EST, ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. അമിത് വെയിറ്റഡ് ഫോർ ഹെർ ഡാഷ് ദ എൻട്രൻസ്. അമിത് വെയിറ്റഡ് ഫോർ ഹെർ at the entrance. എവിടെയാണ്? at the entrance. ഒരു ഡെഫിനിറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ്
പ്ലേസിനെ സൂചിപ്പിക്കുമ്പോൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലം, ഒരു പ്രത്യേക ഇടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. കൃത്യസമയം പറയാൻ എന്തുപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. അറ്റ് 5 o'clock, അറ്റ് 10 AM, ആ സമയത്തും എന്താ ഉപയോഗിക്കുന്നത്? അറ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ദ ബേബി ഡാഷ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. അപ്പോൾ ഇവിടെ ബേബിക്ക് പാല് കുടിക്കാൻ താല്പര്യമില്ല, ഉറങ്ങാനാണ് ഇഷ്ടം. ഇവിടെ നോക്കിക്കേ, ഈ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ആദ്യത്തെ പാർട്ട് എന്താകേണ്ടേ? നെഗറ്റീവാണ് ആകേണ്ടത്. ഓപ്ഷൻ എല്ലാം നെഗറ്റീവ് അല്ലേ? ഈസിൻ്റെ, വാസിൻ്റെ, ഡസിൻ്റെ, ഹാസിൻ്റെ. അപ്പം നമുക്ക് ഈ വാണ്ടെന്ന് പറയുന്ന വെർബിനെ നെഗറ്റീവ് ആക്കണം. വാണ്ടെന്ന് പറയുന്നതിനെ നെഗറ്റീവ് ആക്കാൻ ഡോണ്ട് അല്ലെങ്കിൽ ഡസിൻ്റ് ചേർക്കാം. അപ്പോൾ ഇവിടെ ഡോണ്ട് ആണോ ഡസിൻ്റ് ആണോ ചേർക്കേണ്ടത്? ബേബി, ദ ബേബി സിംഗുലാർ ആയതുകൊണ്ട് ഡസിൻ്റ് വാണ്ട് ടു ഡ്രിങ്ക് മിൽക്ക്, ഹി വാണ്ട്സ് ടു സ്ലീപ്പ് ഇൻസ്റ്റെഡ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ദ ഓൾഡ് വുമൺ ഹാസ് സ്ലെപ്റ്റ് ഫോർ 12 hours ലാസ്റ്റ് നൈറ്റ്. ഇവിടെ ഹാസ് സ്ലെപ്റ്റിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ല. നോ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഇല്ലേ എന്ന് കണ്ടുപിടിക്കാനാണ് ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. എങ്ങനെ കണ്ടുപിടിച്ചു? ലാസ്റ്റ് നൈറ്റ്, എഗോ, ബിഫോർ എന്ന വേർഡ്സ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ, എ ഫ്യൂ മിനിറ്റ്സ് എഗോ, ബിഫോർ, എസ്റ്റർഡേ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ടൈമിംഗ് വേർഡ്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഹാസ് സ്ലെപ്റ്റ് ആണോ അവിടെ വരേണ്ടത്? അല്ല, സിമ്പിൾ പാസ്റ്റ് ഫോം ആണ്. അതായത് V2 ആണ് വരേണ്ടത്. V2 ഏതാ? സ്ലെപ്റ്റ് ആണ് ഉത്തരം. ഓക്കെ, ഇനി അവിടെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട. നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ചേഞ്ച് ഒന്നുമില്ല. സെന്റൻസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കണമായിരുന്നു? നോ ചേഞ്ച് എന്ന ഓപ്ഷൻ കൊടുക്കണമായിരുന്നു. ഇവിടെ ചേഞ്ച് ഉണ്ട്, അതുകൊണ്ട് സ്ലെപ്റ്റ് ആണ് ഉത്തരം. ഓക്കെ, എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് നൈറ്റ് എന്ന വേർഡ് കണ്ടു, അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വേർഡാണ്. അതുകൊണ്ട് ഹാസ് സ്ലെപ്റ്റ് അല്ല വരേണ്ടത്, സ്ലെപ്റ്റ് ആണ് വരേണ്ടത്. അടുത്ത ചോദ്യം, ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ ബട്ട് നോട്ട് ഇനഫ് ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ദ ടാങ്ക് ഹാസ് ഡാഷ് വാട്ടർ. അപ്പോൾ ഇവിടെ ഈ സെന്റൻസിന്റെ അർത്ഥം ഒന്ന് നോക്കിക്കേ. ടാങ്കിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ രണ്ടാമത്തെ പാർട്ട് നോക്കിക്കേ. ബട്ട് നോട്ട് ഇനഫ് വാട്ടർ ടു വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. ഇവിടെ വാട്ടർ ഉണ്ടോ ഇല്ലയോ അതറിയത്തില്ല, അത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. പക്ഷെ ആ ഉള്ള വെള്ളം ഗാർഡനിലെ പ്ലാന്റ്സ് നനയ്ക്കാൻ ഇനഫ് അല്ല. അപ്പൊ അവിടെ വാട്ടർ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ലിറ്റിൽ വാട്ടർ ആണോ, ഫ്യൂ വാട്ടർ ആണോ, വെരി ഫ്യൂ വാട്ടർ ആണോ, എ ലിറ്റിൽ ആണോ? എ ലിറ്റിൽ, എ ഫ്യൂ ആണ് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ലിറ്റിലും ഫ്യൂവും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എ ലിറ്റിലാണോ എ ഫ്യൂ ആണോ? ഭാഗ്യത്തിന് ഇവിടെ എ ഫ്യൂ തന്നിട്ടില്ല. അപ്പൊ എ ഫ്യൂ ഉണ്ടായിരുന്നെങ്കിൽ എ ലിറ്റിൽ വേണോ എ ഫ്യൂ വേണോ എന്ന കൺഫ്യൂഷൻ അടിച്ചേനെ. രണ്ടും പോസിറ്റീവാണ്. എ ലിറ്റിലും പോസിറ്റീവാണ്, എ ഫ്യൂവും പോസിറ്റീവാണ്, കുറച്ചുണ്ട് എന്ന അർത്ഥത്തിൽ. ഇവിടെ ശ്രദ്ധിക്കുക, വാട്ടർ എന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന്റെ ഫ്രണ്ടിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ എ ലിറ്റിൽ തന്നെ ആൻസർ എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗൺസ്, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നൗൺസിന്റെ ഫ്രണ്ടിലാണ് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ ഒക്കെ ഉപയോഗിക്കുന്നത്. അതായത് ഇല്ല, ഫ്യൂ എന്ന് വെച്ചാൽ ഇല്ല, എ ഫ്യൂ എന്ന് വെച്ചാൽ കുറച്ച്, ദ ഫ്യൂ എന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ. ലിറ്റിലിന്റെ മീനിങ് അത് തന്നെയാണ്. ലിറ്റിൽ എന്ന് വെച്ചാൽ ഇല്ല, എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച്, ദ ലിറ്റിൽ എന്ന് വെച്ചാൽ ഉള്ളത് മുഴുവൻ. ഓക്കെ, അപ്പോൾ ഇവിടെ അൺകൗണ്ടബിൾ ആണ്. വാട്ടർ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് എ ലിറ്റിൽ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദ സിനോണിം ഓഫ് ദ വേർഡ് വോ ഫ്രം ദ ഫോളോയിങ് സെന്റൻസ്. വോ എന്നാൽ ക്ലേശം, ആധി എന്നതാണ് മീനിങ്. ഡിസ്ട്രസ്. കാൻഡിഡ് ഫോട്ടോ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രാങ്ക് ആയിട്ട് എടുക്കുന്ന ഫോട്ടോ, ഫ്രാങ്ക്. ഓപ്പൺ എന്നൊക്കെയാണ് മീനിങ്. ഇല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു തോന്നലാണ്. മിറാഷ്, വെള്ളമുണ്ട് എന്ന് തോന്നൽ. ഇപ്പോൾ വെയിലുള്ള സമയത്ത് മരുഭൂമി അല്ലെങ്കിൽ ടാറിട്ട റോഡിൽ കൂടെ പോകുമ്പം ദൂരെ വെള്ളമുണ്ട് എന്ന തോന്നൽ, അതൊരു ഇല്യൂഷനാണ്, മിറാഷ്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ആൻ ആന്റോണിം ഓഫ് ദ വേർഡ് മാഡ്?
മാഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാഡ് എന്ന് വെച്ചാൽ ഭ്രാന്തുള്ള എന്നതാണ് മീനിങ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? മാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോധമില്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പം നമ്മൾ ബോധമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്താ, ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചോദിക്കാം. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് സെയിൻ ആണ്. സുബോധമുള്ള എന്നതാണ് മീനിങ്, സെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫ്രേസൽ വെർബ് ബീഫ് അപ്പ് മീൻസ്. ബീഫ് അപ്പ് എന്ന് വെച്ചാൽ ടു മേക്ക് സംതിങ് ബിഗർ, അതായത് വലുതാക്കുക, ശക്തിയുള്ളതാക്കുക എന്നതാണ് ബീഫ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു മേക്ക് സംതിങ് ബിഗർ, വലുതാക്കുക, ശക്തിയുള്ളതാക്കുക. ഓക്കെ, അടുത്തത്. ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. എ ഡാഷ് ഓഫ് ഫിഷ്. ഫിഷിന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സ്കൂൾ ഓഫ് ഫിഷ്. ബേവി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ബേവി ഓഫ് ലേഡീസ്, ബേവി ഓഫ് ക്വെയിൽ, QUAILS, ക്വെയിൽസ്, ബേവി ഓഫ് ക്വെയിൽസ്, ബേവി ഓഫ് ലേഡീസ്. കമ്പനി ഓഫ് പാരറ്റ്സ് പറയാം, കമ്പനി ഓഫ് പാരറ്റ്സ്. ബണ്ടിൽ ഓഫ് സ്റ്റിക്സ് പറയാം, ബണ്ടിൽ ഓഫ് ഹേ, വൈക്കോലിന്റെ കൂട്ടത്തെ എന്ത് പറയാം, ബണ്ടിൽ എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, ENCYCLOPAEDIA, എൻസൈക്ലോപീഡിയ. ഓക്കെ, സൂപ്രണ്ടിന്റെ സ്പെല്ലിംഗ് എന്താ? സൂപ്രണ്ട് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. സൂപ്പർ ഇൻറ്റൻഡന്റ്, ഇതാണ് സൂപ്രണ്ട്. സൂപ്പർ ഇൻറ്റൻഡന്റ്, സൂപ്പർ എന്നെഴുതുക. സൂപ്പർ ഇൻറ്റൻഡന്റ്, ഇതാണ് സൂപ്രണ്ടിന്റെ മീനിങ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇഡിയം ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ്. ഗോ ഓൺ എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ വിഫലമായ പ്രവൃത്തി ചെയ്യുക. ടു ഡു സംതിങ് പോയിന്റ്ലെസ്, വിഫലമായ പ്രവൃത്തി അല്ലെങ്കിൽ പ്രത്യാശാശൂന്യമായ ഉദ്യമം ചെയ്യുക, അതാണ് ടു ഡു സംതിങ് പോയിന്റ്ലെസ്. ഓക്കെ, ഇനി an arm and a leg. an arm and a leg എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? വെരി എക്സ്പെൻസീവ് എന്നതാണ്. വെരി എക്സ്പെൻസീവ്. ബേർഡ്സ് ഐ വ്യൂ, വിഗഹവീക്ഷണം, എ ബ്രോഡ് വ്യൂ ഓഫ് എ സിറ്റുവേഷൻ, അതാണ് ബേർഡ്സ് ഐ വ്യൂ. ടു ഫേസ് ദ മ്യൂസിക് എന്നാൽ ശിക്ഷ ഏറ്റുവാങ്ങുക. ടു ബിയർ ദ കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണിത ഫലം ഏറ്റുവാങ്ങുക, അതാണ് ടു ഫേസ് ദ മ്യൂസിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക് മീൻ? അഡ്ഹോക് എന്നാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിർമ്മിച്ചത്. ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ്. ഫ്രം ദ ബിഗിനിങ് എന്ന അർത്ഥം വരുന്ന ഫോറിൻ വേർഡ് ഏതാണ്? അബ് ഇനിഷ്യോ, ഓർക്കുക, അബ് ഇനിഷ്യോ. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഈസ് ടേംഡ് ആസ് ഓറോളജി ആണ് സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ്. സ്റ്റഡി ഓഫ് മൗണ്ടെയിൻസ് ഈസ് ടേംഡ് ആസ് ഓറോളജി. അപ്പോൾ ഓർണിത്തോളജി എന്താ? സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് നോൺ ആസ് ഓർണിത്തോളജി. പാത്തോളജിയോ? സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് നോൺ ആസ് പാത്തോളജി. ജീനോസൈഡ് എന്നാൽ ഒരു റേസിനെ തന്നെ, ഒരു വംശത്തെ തന്നെ ഇല്ലാതാക്കുക, അതാണ് ജീനോസൈഡ്. റേഷ്യൽ ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറയും ജീനോസൈഡ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ബ്ലാങ്ക് സ്പേസ് ആൻഡ് ഡാഷ് എ സം ഓഫ് ₹500 ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്കെൻഡ്. ആൻ എന്നത് സിംഗുലർ ആണ്, തന്നിരിക്കുന്നതെല്ലാം സിംഗുലർ ആണ്. ആൻഡ് ഡ്രോസ് ആണ്, പിൻവലിക്കുക എന്ന അർത്ഥത്തിലാണ്. ആൻഡ് ഡ്രോസ്, പിൻവലിക്കുക. അടുത്ത ചോദ്യം. ഔട്ട് ഓഫ് ദ ഗിവൺ വേർഡ്സ് വൺ വേർഡ് ഈസ് മിസ്പെൽഡ്. ഫൈൻഡ് ദ മിസ്പെൽഡ് വേർഡ് ഓംലെറ്റ് ആണ്. ഓംലെറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? OMELETTE. ഇവിടെ ഒരു ഇ മിസ്സിംഗ് ആണ്, ഇയും കൂടി വേണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 20 ചോദ്യങ്ങൾ. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.